പ്രിയപ്പെട്ട പിതാവ് 11ാമത്തെ വയസ്സിൽ വഫാത്തായി. 12ാമത്തെ വയസ്സിൽ തന്റെ മാതാവും വഫാത്തായി. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ബാപ്പായും പോയി ഉമ്മായും പോയി. മഹാനവറുകളുടെ ചെറിയ പ്രായത്തിൽ ഉപ്പയോടുകൂടെ ഖുറാസാനിലേക്ക് വന്നതാണ്. അവിടെ വെച്ച് ബാപ്പായും ഉമ്മായൊക്കെ പോയി. മഹാനവറുകൾക്ക് അനന്തര സ്വത്തായി കിട്ടിയത് ഒരു ചെറിയ മുന്തിരിത്തോട്ടമാണ്. ആ തോട്ടത്തിലേക്ക് ആ കാലഘട്ടത്തിലെ അല്ലാഹുവിൽ ലയിച്ച മജ്ദൂബുമാരിൽപ്പെട്ട അല്ലാഹുവിൽ ലയം കിട്ടിയവരാണ് അവർ. അവരിൽപ്പെട്ട ഇബ്രാഹിമുൽ ഖദ്ദൂസി റളിയല്ലാഹു അൻഹു ആ മജ്ലിസിലേക്ക് മഹാനവറുകൾ കയറി വന്നു. ആ തോട്ടത്തിലേക്ക് കയറി വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പുണ്യം നമുക്ക് ലഭിക്കണം. നമ്മൾ ഈ വയലൊക്കെ കേൾക്കും. ജീവിതത്തിൽ ഒരു മഹാനും കണ്ടുണ്ടായി അല്ലേ? നിങ്ങളാലോചിച്ചു ഒരു വലിയന്റെ ഒരു മഹാന്റെ കൈപിടിക്കാൻ, ഒരു മഹാനുമായി സഹവസിക്കാൻ, നമ്മളെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ, നമ്മളെ കാതുകൊണ്ടൊന്ന് കേൾക്കാൻ, അവരെ ഒന്ന് അനുഭവിക്കാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സമയം കാണണ്ടേ? മഹാനവറുകളെ മജ്ലിസിലേക്ക് കയറി വന്നു. ആ തോട്ടത്തിലേക്ക് കയറി വന്ന ഇബ്രാഹിമുൽ ഖദ്ദൂസി റളിയല്ലാഹു തആല മഹാനവറുകൾക്ക് ഖാജ റളിയല്ലാഹു തആല അവിടെ ഉള്ളതിൽ വെച്ച് നല്ല മുന്തിരി പറിച്ചു കൊടുത്തപ്പം മഹാനവറുകൾ ആ ചെറിയ ഭാണ്ഡം തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മധുരം ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ. ഖാജ തങ്ങളെ ലോകം അങ്ങോട്ട് മാറി. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകയിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവർ ബിൽ ഖുതുബ് റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. നിലനെ കൊടുഫാനും നിലനെ കളയാനും നായൻ അവർക്കാനോ വാദം കൊടുത്തോവർ ബിൽ ഖുതുബി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അജ്മീർ ഖാജ റളിയല്ലാഹു തആല അൻഹു മുഈനുദ്ദീൻ എന്ന് പറയുന്ന പൊന്നുമോൻ അവരുടെ മനസ്സങ്ങ് മാറി, അവരുടെ ലോകം മാറി. തനിക്ക് അനന്തരമായി കിട്ടിയത് മുഴുവൻ മഹാനവറുകൾ ഫഖീറുമാർക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഫഖീറുമാർക്ക് വേണ്ടി വഖഫ് ചെയ്തു. എന്നിട്ട് മഹാനവറുകൾ പിന്നെ അവിടുന്ന് ബുഖാറയിലേക്ക് നീങ്ങുകയാണ്. മഹാന്മാർക്ക് ചില സ്വഭാവമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ യാത്രകൾ. അത് മഹാന്മാരുടെ സ്വഭാവമാണ്. അതുപോലെ മറ്റു മഹാന്മാരുമായുള്ള ബന്ധം ആ മഹാന്മാരുടെ സ്വഭാവമാണ്. ഖാജ തങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? മഹാനവറുകൾ എല്ലാം തന്റെ കയ്യിലുള്ളത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തു. അതായത് നമ്മൾ കഴിഞ്ഞ ബുർദയിൽ പറഞ്ഞത് സുഹൃദാണ് മഹാന്മാർ ദുനിയാവ് ഒഴിവാക്കുക എന്നുള്ളതാണ്. മഹാന്മാർ അള്ളാഹുവിലേക്കുള്ള ആ ലയനത്തിന്റെ സുലൂക്കിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ വലിയ ലോകത്തേക്ക് പ്രവേശിച്ച ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഹുസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുമായി 13 കൊല്ലം കഴിഞ്ഞുകൂടി. ബുഖാറയിലാണ്. വലിയ ആലിമാണ്, വലിയ ആശിഖാണ്, വലിയ ആബിദാണ്. അവരോടൊപ്പം 13 കൊല്ലം ചെലവഴിക്കുകയാണ്. പിന്നെ മഹാനവറുകൾ തന്റെ ഉസ്താദിനോട് സമ്മതം വാങ്ങിയിട്ട് ബഗ്ദാദിലേക്ക് പോവുകയാണ്. ഇറാഖിലെ ബഗ്ദാദിലേക്ക് ചെല്ലുകയാണ്. ആ കാലഘട്ടം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്.
മഹാനവറുകളോടുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി. പിന്നെ ബഗ്ദാദിന്റെ പുറത്തേക്കുള്ള യാത്രയാണ്. അവിടെ വെച്ചാണ് ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട ശൈഖ് ഉസ്മാനുൽ ഹാറൂനി എന്ന തന്റെ ശൈഖുമായി ബൈഅത്ത് നടക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നെ 20 കൊല്ലം ശൈഖിന്റെ കൂടെയാണ്. 20 കൊല്ലം ശൈഖിന്റെ കൂടെയാണ്. ശൈഖിന്റെ കൂടെ മക്കയിലേക്ക് പോവുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്. പിന്നെയും ഇങ്ങോട്ട് ശൈഖിന്റെ ഹാറൂൻ എന്ന നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെ ശൈഖ് അവറുകൾ തനിക്കുള്ള റിയാദകളൊക്കെ കൊടുത്ത് ഒരുപാട് കാലം കഴിഞ്ഞ് അവസാനം ഖാജാ തങ്ങളോട് പറഞ്ഞ് ആ കല്ലുകൾ എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഖാജാ റളിയല്ലാഹു പോയിട്ട് ആ കല്ലെടുത്തു. അങ്ങനെ കൊണ്ടുവന്ന് ശൈഖിനോട് പോയി തുറക്കാൻ വേണ്ടി പറഞ്ഞു. തുറന്നപ്പോ കയ്യിൽ സ്വർണ്ണമാണ്. അപ്പൊ മഹാനവറുകൾ തന്റെ മശായിഖുമാരിൽ നിന്ന് കിട്ടിയ എല്ലാ ഇജാസത്തുകളും എല്ലാ പൊരുത്തങ്ങളും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് കൊടുത്തിട്ട് തന്റെ മുരീദിന് കൊടുത്തിട്ട് മഹാനവറുകൾ യാത്രയായി. പിന്നെയും ഖാജാ തങ്ങൾ മക്കയിൽ ചെന്നിട്ടുണ്ട്. പിന്നെയും മഹാനവറുകൾ മദീനയിൽ ചെന്നിട്ടുണ്ട്. അങ്ങനെ മദീനയിലെത്തിയപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുക, ഇന്ത്യയിൽ വരാൻ, അജ്മീറിൽ വരാൻ. അതിന് മഹാനവറുകൾക്ക് ഇന്ത്യ അറിയില്ല, അജ്മീർ അറിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, എവിടെയാണ് നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു ഉറുമാമ്പഴം കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾക്ക് സഞ്ചരിക്കാനുള്ള ആ വലിയ മാപ്പ് അതിന്റെ മുകളിൽ വരച്ചു കൊടുക്കുകയാണ്. ഖാജാ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. അങ്ങനെ മഹാനവറുകൾ ഉണർന്നു നോക്കുമ്പോൾ തന്റെ കയ്യിൽ റുമ്മാനാണ്, വരക്കപ്പെട്ട റുമ്മാനാണ്. വമൻ യറാനി ഫിൽ മനാം മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ ഇഖ്ലാം. എത്ര വലിയ സൗഭാഗ്യമാണ്! അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പൊരുത്തം വാങ്ങിയിട്ടല്ലേ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഇന്ത്യയിലെത്തുന്നു. ആയിരക്കണക്കിന് കറാമത്തുകൾ കാണിക്കുന്നു. 90 ലക്ഷത്തോളം ആളുകൾ മഹാനവറുകൾ കാരണമായി ഹിദായത്ത് അനുഭവിക്കുകയാണ്. എത്രയാണ് പറഞ്ഞാൽ തീരാത്ത കറാമത്തുകൾ! അല്ലാഹുവേ, മഹാനവറുകളെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. 100 കണക്കിന് തവണ അജ്മീർ ദർഗാ ശരീഫിൽ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരോടുള്ള ബന്ധം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഞങ്ങളെ ഹൃദയത്തിൽ മുഴുവൻ രോഗങ്ങളാണ്. ഞങ്ങൾ രോഗികളാണ്. ഞങ്ങളെ മനസ്സിന് രോഗമാണ്. ആ രോഗം എന്താണെന്നറിയില്ല. എങ്ങനെയാണത് ചികിത്സിക്കേണ്ടത് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ അത്വിബാഉൽ ഖുലൂബാണ്. ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നവരാണ്. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ ഉറൂസ് മുബാറക് അതിന് കാരണമാക്കണേ അല്ലാഹ്. ഈ മാല ഞങ്ങൾ ചൊല്ലുന്ന മദ്ഹുകൾ അതിന് കാരണമാക്കണേ അല്ലാഹ്.